പത്തനംതിട്ട അടൂർ പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണം, പരാതി ഉയർന്നു വരുന്നുണ്ട്. അടൂരിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ SI ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ദളിത് സംഘടനാ നേതാവും മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനുമായിരുന്ന ബാബുവിനെ അന്നത്തെ SI ആയിരുന്ന അനൂപ് ചന്ദ്രൻ ശരീരത്തിൽ അതോടൊപ്പം കാലിലും ബൂട്ടിട്ട് ചവിട്ടിയെന്നാണ് പരാതി. അത് ഈ ഒരു പരാതിയുടെ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും സർക്കിൾ ഇൻസ്പെക്ടർ അത് പരിഹരിക്കുകയും അത് കാര്യങ്ങൾ മനസ്സിലാക്കി ആ കേസിന് ആസ്പദമായ യാതൊരു വസ്തുതകളും നിലനിൽക്കുന്നതായിട്ടല്ല, അതിന് വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അത് പരിഹരിച്ച് രണ്ടുപേർക്കും എഴുതി, കേസില്ല, രണ്ടുപേർക്കും പരാതിയില്ല എന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞതിന് ശേഷം, ഒപ്പിട്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് സബ് ഇൻസ്പെക്ടറായ അനൂപ് ചന്ദ്രൻ ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. കാലിൽ വളരെ നികൃഷ്ടമായി അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി അത് മുറിവിന് മരുന്ന്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ അനൂപ് ചന്ദ്രൻ SIക്ക് എന്താണ് അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത്? അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കണം. അദ്ദേഹം ഇനി ഇതുപോലെ സാധാരണ ഒരു ആളുകൾ വന്നാൽ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം സർവീസിൽ തുടരാൻ അർഹനല്ല. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യേണ്ട എന്നാണ് ശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് DYSPക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ നേരെയാണ് പോലീസിന്റെ അതിക്രമം ഉണ്ടായത്. ഇത് കേസിനാസ്പദമായി, പരാതിക്ക് ആസ്പദമായ സംഭവം എന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പറയുന്നുണ്ടല്ലോ അദ്ദേഹം. ടോം, തീർച്ചയായിട്ടും കഴിഞ്ഞ മെയ് 27 ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ബാബു, അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഒരു ദളിത് സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും CA കണ്ട് പരാതി കൊടുക്കുകയും ചെയ്തു. ആ സാമ്പത്തിക തർക്കം അവിടെ വെച്ച് തന്നെ CA പരിഹരിച്ചതിന് ശേഷം ഈ തർക്കം പരിഹരിച്ച എഴുതി നൽകാൻ പറഞ്ഞു. അതിന് എഴുതി നൽകുന്നതിനിടയിൽ CA പുറത്തേക്ക് പോയി. ആ സമയത്താണ് ഇപ്പോൾ ഈ ബാബു എന്ന് പറയുന്ന ആൾ പറയുന്ന SI സ്റ്റേഷനിലേക്ക് വരികയും അനൂപ് ചന്ദ്രനാണ് വന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ഇദ്ദേഹത്തോട് 2 ചോദ്യങ്ങൾ ചോദിക്കുകയും പിന്നീട് അകാരണമായി ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അത് ജാതിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന സമുദായത്തെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടാണ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ മർദ്ദിക്കുന്നത്. തുടർന്ന് അദ്ദേഹം അടൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്ങനെ ചികിത്സയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഹാജരാക്കി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കെല്ലാം അന്ന് തന്നെ പരാതി നൽകി. പക്ഷെ ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. നേരത്തെ ഉണ്ടായ ചില സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് FIA കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് നടപടി എടുക്കുന്ന പറഞ്ഞെങ്കിലും പക്ഷേ പിന്നീട് ഒരു നടപടി ഉണ്ടായില്ല. ഏതായാലും അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ കാര്യമല്ല, തലമാറ്റം മാത്രമാണ് SI അനൂപ് ചന്ദ്രൻ ഉണ്ടായത്. പക്ഷെ തനിക്കെതിരെ ഉണ്ടായ ഈ നടപടിക്കെതിരെ ശക്തമായ നടപടി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായ അനൂപ് ചന്ദ്രനെതിരെ ഉണ്ടാകണമെന്നാണ് ബാബു ആവശ്യപ്പെടുന്നത്. അത് സമുദായത്തെയും വ്യക്തിപരമായി തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായിട്ട് ജാതീയപരമായി ആക്ഷേപിച്ചു. പക്ഷേ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നുണ്ട്. ആ ഭാര്യയും കൂടിയാണ് സ്റ്റേഷനിലെത്തിയത്. ആ ഭാര്യ ഈ മഹിളാ സംഘടനയുടെ നേതാവ് കൂടിയാണ്. അവരെയും ആ സ്റ്റേഷനിൽ വെച്ച് SI വളരെ മോശമായി പറയുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളിലൊന്നും പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു പരാതി കൂടി അദ്ദേഹം സൂചിപ്പിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകി. പക്ഷേ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പരാതി വീണ്ടും വന്നിരിക്കുന്നത് നമുക്കറിയാം. കേരളത്തിലുടനീളം ഇത്തരത്തിൽ ലോക പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു, അതിന്റെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിയാം. ആ സാഹചര്യത്തിലാണ് ബാബു വീണ്ടും ഈ പരാതി ഉന്നയിക്കുന്നത്. തനിക്ക് തന്നെ മർദ്ദിച്ച ദൃശ്യങ്ങൾ, സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ഹാജരാക്കണമെന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് SPക്ക് പരാതി നൽകി. അതും ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. എന്തായാലും നീതി തനിക്ക് ഉറപ്പാക്കണം എന്നുള്ള കാര്യമാണ്. സാധാരണപ്പെട്ട ഒരു പൗരൻ സ്റ്റേഷനിലെത്തുമ്പോൾ, പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന പോലീസുകാർ
ഇത്തരം പരാതികൾ കണ്ടിട്ട് അത് പരിഹരിച്ച് വിടുന്നതിന് പകരം അവരെ ഒരു പ്രതിയാക്കി അല്ലെങ്കിൽ ക്രൂരമായ രീതിയിലേക്ക് അവരെ കാണുന്ന ഒരു കാഴ്ചപ്പാടും അവരെ പ്രതിയുടെ കൂട്ട് അവരെ മർദ്ദിക്കുന്ന സാഹചര്യം കൂടി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. പ്രായമായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കാലിൽ ബൂട്ടിട്ട് ചവിട്ടി പരിക്കേൽക്കുകയും ചെയ്തു, മർദ്ദിക്കുകയും ചെയ്തു. വളരെ മോശമായ രീതിയിൽ അയാളെ അതിജീവിക്കുന്ന ഒരു സാഹചര്യം കൂടി ബാബുവിനുണ്ടായി. അതിന് നീതി വേണം എന്നാണ് ബാബു ആവശ്യപ്പെടുന്നത്. പക്ഷെ പോലീസ് ഇക്കാര്യങ്ങളൊക്കെ വീണ്ടും അദ്ദേഹത്തെ SIക്ക് അവരെ നടപടികളുണ്ട്, എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്ഥലം മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതവണ ഉന്നത പോലീസുകാർ ബാബുവിനെ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ബാബു നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യമാണ് ബാബു പറയുന്നത്. കാരണം അതായത് ഈ കേസ് ഒതുക്കി തീർക്കാൻ ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാം, ഈ പല കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും പോലീസ് ഉന്നതർ തന്നെ പിന്നീട് ഈ പരാതി പിൻവലിപ്പിക്കാൻ വലിയ സമ്മർദ്ദം ചെലുത്തും ഈ പരാതിക്കാർക്ക് മേൽ. ഇവിടെ അങ്ങനെ ഈ ബാബുവിൻ്റെ മേൽ സമ്മർദ്ദമുണ്ടോ, ഭീഷണിയുണ്ടോ? പക്ഷേ ഈ ബാബുവിൻ്റെ നിലപാട് എന്താണ്? ഈ ഉദ്യോഗസ്ഥനെതിരെ, ഈ അനൂപ് ചന്ദ്രനെതിരെ ശക്തമായ നടപടി, സർവീസിൽ നിന്നും പുറത്താക്കുന്നവരെയും നിയമ പോരാട്ടം നടത്താൻ തന്നെയല്ലേ തീരുമാനം? തീർച്ചയായും അതിനാണ് ബാബു ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഈ മോശമായ പെരുമാറ്റം കൊണ്ട് തന്നെ അദ്ദേഹത്തെ സർവീസ് തുടങ്ങാൻ അത് ഏതറ്റം വരെ പോകാനും ബാബു തയ്യാറാണ്. അദ്ദേഹം അതിനനുസരിച്ചുള്ള പരാതിയുമായി മുന്നോട്ട് പോകുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തത്. പക്ഷേ നമുക്കറിയാം, ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന മോശമായ ഇത്തരമുള്ള കാര്യങ്ങളും ദൃശ്യങ്ങളും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഈ അടുത്ത സമയത്ത് പുറത്തു വന്നതോടുകൂടിയാണ് ഈ പല കാര്യങ്ങളും പുറത്തു വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മോശമായ ചില ആളുകൾ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരണം സംസാരിച്ചപ്പോൾ പോലീസ് സേനയിൽ ചില ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതെന്നാണ് പോലീസിന്റെ ജില്ലാ പോലീസ് മേധാവിയടക്കം പറഞ്ഞത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പല സ്റ്റേഷനുകളിലും ഈ സാധാരണപ്പെട്ട ആളുകൾക്ക് ദുരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ്. പലപ്പോഴും ഇത്തരം ഇവർ ഉന്നയിക്കുന്ന പരാതികൾ തള്ളിപ്പോകാൻ കാരണം ദൃശ്യങ്ങളോ തെളിവുകളോ ഈ പരാതിക്കാരുടെ കയ്യിൽ ഇല്ലാതാകുന്നതാണ്. പല കേസുകളും ഈ കോടതിയിൽ നിന്നും തള്ളിപ്പോകാനുള്ള കാരണം. പക്ഷേ അടുത്ത സമയത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നുകൂടിയാണ് കൂടുതൽ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഇപ്പോൾ പോലീസിലേക്ക് വരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് വേണം നടപടി ഉണ്ടാകുന്നത്. കാരണം ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥർ സർവീസ് തുടരാൻ പാടില്ല എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും ബാബുവിനെ സംബന്ധിച്ച് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു സമുദായത്തിന്റെ നേതാവാണ്, ഒപ്പം റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ SIയോട് നേരിട്ട് പറഞ്ഞിട്ടും ആ സമുദായത്തെയും അദ്ദേഹത്തെയും ആക്ഷേപിക്കുകയും വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിനെ മർദ്ദിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് അനുഭവിച്ചിരുന്നത്. അല്ല, അനുഭവിച്ചതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരെ മുന്നോട്ട് കേസുമായി ഏതറ്റം വരെ പോകുന്നതാണ് ബാബു വ്യക്തമാക്കുന്നത്. അത്ര നീതി തനിക്ക് ലഭിക്കണം. കാരണം സാധാരണ ഇന്ത്യയിലെ പൗരനാണ്. തനിക്ക് നീതിയും നിയമവും എല്ലാം തനിക്ക് ന്യായമായ രീതിയിൽ ലഭിക്കേണ്ട അവകാശമുണ്ട്. പക്ഷേ പോലീസുകാർ ഇത് അട്ടിമറിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ഈ സംഭവം വിവാദമായതിനു ശേഷം നിരവധി തവണ ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബാബുവിന്റെ കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. നിലവിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഈ കേസിലുള്ള സ്വാഭാവിക നടപടി മാത്രമാണ്. പക്ഷെ അത് ട്രാൻസ്ഫർ ആക്കിയത് വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തൊടുപുഴയിലെ പോലീസ് അതിക്രമത്തിന്റെ ഒരു വാർത്ത കൂടി പരിശോധിക്കണം. തൊടുപുഴയില് പോലീസിന്റെ മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതായി പരാതി. എന്നാൽ ഈ പരാതിയിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 2022 സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാലിനാണ് 2022 അതായത് അന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. അതിനിടെയാണ് ബിലാലിൻ്റെ കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടത്. അന്നത്തെ അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്ക് പറ്റിയത്. ഏകദേശം കൺപോളയിൽ 28ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇടത് കണ്ണിൻ്റെ ലെൻസ് പൂർണ്ണമായിട്ടും തകർന്ന് അത് നമ്മൾ മാറ്റിവെച്ചു. ഇപ്പോഴും അതിൻ്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റക്കാരനായിട്ടുള്ള അജിൻ DD എന്ന് പറയുന്ന പോലീസുകാരനെതിരെ കർശന നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ ഓർഡർ ഈ കഴിഞ്ഞ മാർച്ച് മാസം 20-ാം തീയതി ഇറങ്ങിയതാണ്. അപ്പോൾ 5 മാസത്തോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. PA സാഗർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാഗർ, 2022 നടന്ന സംഭവം. അതിനുശേഷം ബിലാൽ നിയമപോരാട്ടം നടത്തി. പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി ഈ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശം നൽകി. അതും കാറ്റിൽ പറത്തി. ആരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നത്? സാഗർ,
തൊടുപുഴയിൽ നടന്ന ലാത്തിച്ചാർജിലാണ് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റായ ബിലാൽ സമദിന് കണ്ണിന് അടിയേക്കുന്നത്. 2022 ജൂൺ 14 ഈ തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇടുക്കി DCC പ്രസിഡന്റിനെ CPM പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്ന് ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് മാർച്ച് സംഘർഷത്തിൽ എത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് ലാത്തിച്ചാർജ് നടത്തി. ഈ ലാത്തിച്ചാർജിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായ ബിലാൽ സമദിന് പരിക്കേൽക്കുന്നത്. ബിലാലിന്റെ കണ്ണിനും തലയ്ക്കും പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റു. തുടർന്ന് ആ സമയത്ത് തന്നെ ബിലാലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ആ സമയത്ത് 3 മാസത്തോളം ബിലാൽ ആശുപത്രിയിൽ ചികിത്സയിലായി. തമിഴ്നാടുള്ള കണ്ണ് ആശുപത്രിയിൽ ഉൾപ്പെടെയായിരുന്നു ബിലാലിന്റെ ചികിത്സ. ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തിയിരുന്നു പിന്നീട് ഈ നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ്, അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് ബിലാലിന് ഒരു കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. അന്നത്തെ പോലീസിന്റെ അതിക്രമത്തിൽ ബിലാലിന്റെ ഒരു കണ്ണിന്റെ 70% കാഴ്ചയാണ് നഷ്ടപ്പെട്ടത്. കണ്ണിന്റെ ലെൻസ് സഹിതം അടക്കം തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇത് മാറ്റിവെക്കുന്ന ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ നടത്തി. അന്ന് കോൺഗ്രസിന്റെ അടക്കം ഉന്നത നേതാക്കന്മാർ ബിലാലിനെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. തുടർന്ന് ബിലാൽ നിയമ പോരാട്ടം നടത്തുകയായിരുന്നു. ഈ തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കിയ പോലീസുകാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകി. എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ആയില്ല. ഈ പോലീസ് പരാതി പരിഗണിച്ചു പോലുമില്ലെന്നും ബിലാൽ ആരോപിക്കുന്നുണ്ട്. ബിലാൽ സ്വകാര്യ അന്യായം പിന്നീട് കോടതിയിൽ ഫയൽ ചെയ്തു. ഇതിനിടെയാണ് ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പോലീസുകാരനെതിരെ നടപടി വേണമെന്ന് നിർദ്ദേശിച്ചത്. ഈ പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി നിരീക്ഷിച്ചു. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തെ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. ഈ ഉത്തരവിൽ ഈ പോലീസുകാരനെതിരെ, അതായത് ബിലാലിന്റെ കണ്ണിന്റെ കാഴ്ച പോവാൻ കാരണക്കാരനായ പോലീസുകാരനെതിരെ കർശന നടപടി വേണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം വന്ന് ഇപ്പോൾ 4 മാസം പിന്നിട്ടിട്ടും ഈ പോലീസുകാരനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ബിലാൽ ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ ലാത്തിയിൽ കമ്പി കെട്ടി മർദ്ദിച്ചു എന്നതായിരുന്നു ബിലാലിന്റെ മറ്റൊരു ആരോപണം. ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലായിരുന്നു അന്ന് ബിലാലിന്റെ തലയിലുണ്ടായ മുറിവുകൾ. 6 സ്റ്റിച്ചാണ് ഇദ്ദേഹത്തിന്റെ തലയിൽ അന്ന് ഉണ്ടായിരുന്നത്. കണ്ണിലും കൺപോളയിലുമായി 27ഓളം സ്റ്റിച്ചുകളും ഉണ്ടായിരുന്നു. ഈ മർദ്ദനത്തിൽ കണ്ണിലെ ലെൻസ് മാറിവെച്ചെങ്കിലും ബിലാൽ ഇപ്പോഴും ചികിത്സ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രം ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ബിലാൽ ഇപ്പോൾ ആരോപിക്കുന്നത്. ടോം. യെസ്, സാഗർ, മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ടല്ലോ തൊടുപുഴയിൽ നിന്ന്. അതായത് DYSP മധു ബാബുവിനെതിരെയാണ് വീണ്ടും പരാതി ഉയർന്നിരിക്കുന്നത്. നേരത്തെ പത്തനംതിട്ടയിലെ SFI നേതാവ്, ഇപ്പോൾ നിലവിലെ CPM നേതാവ്, മുൻ SFI നേതാവ് ഈ മധു ബാബുവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയതാണ്. അതായത് വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 13 വർഷം മുൻപ് ഇയാൾ പത്തനംതിട്ട ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്ന കാലയളവിൽ ഈ SFI നേതാവിനെ ക്രൂരമായി തല്ലിച്ചതച്ചു. അതിനുശേഷം ഇയാൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. പ്രൊമോഷൻ ലഭിച്ചു. അതിനുശേഷം DYSP ആയി. തൊടുപുഴ, അതോടൊപ്പം ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ DYSP ആയി സേവനം ചെയ്തു. ഈ DYSP ആയിരുന്ന കാലയളവിൽ ഈ മധു ബാബു ക്രൂരമായി തൊടുപുഴ സ്വദേശിയായിട്ടുള്ള മുരളീധരനെ തല്ലിച്ചതച്ചു. അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഈ മധു ബാബുവിനെതിരെ ഉണ്ടായില്ല. മാത്രമല്ല, ഈ കേസ് ഒതുക്കി തീർക്കാൻ പല രീതിയിലുള്ള സമ്മർദ്ദവും ഭീഷണിയും ഈ മുരളീധരന് മേൽ ഉണ്ടായെന്ന ആക്ഷേപവും പുറത്തു വരുന്നുണ്ട്. SNDP എനിക്ക് വർക്ക് ചെയ്ത ഇനത്തിൽ കുറെ പൈസ കിട്ടാനുണ്ട്. ആ പൈസയുടെ കാര്യം ഒത്തുതീർക്കാനാണെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റ് 2 പേരുടെ പേരിൽ ഒരു വനിതയുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് വിട്ടു എന്നുള്ള ആ കൂടെ എന്നെയും പെടുത്തി DYSP മധുബാബു. അദ്ദേഹം അതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല സാറേ, ഇത് ഇവർ ഉണ്ടാക്കി പറയുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വളരെ സുഭിതനായിട്ട് ചാടി എണീറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വയർലെസ് എൻ്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് ഞാൻ ആ കസേര സഹിതം വീണു കഴിഞ്ഞപ്പോൾ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു പിടിച്ചേൽപ്പിക്കാൻ അവനെന്നും പറഞ്ഞ് പിടിച്ചേൽപ്പിച്ച് വന്ന വഴി ഇദ്ദേഹം വീണ്ടും ഏറ്റുവന്ന് എൻ്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത്. അതിലും ഞാൻ മറിഞ്ഞു വീണു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം
പിടിച്ചേൽപ്പിക്കാൻ പറഞ്ഞ് പിടിച്ചേൽപ്പിച്ച് വന്ന വഴി 2 കൈയും ചുരുട്ടി എൻ്റെ ചെവി കൈ ചുരുട്ടി പിടിച്ച് ഇടിക്കുകയായത്. അപ്പോഴത്തേക്ക് എനിക്ക് കണ്ണിൽ എന്തോ കാണാത്ത രീതിയിൽ എന്തോ ഒരു വിഷയം ഉണ്ടായി. അവിടുന്ന് വീണ്ടും PS സാഗർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. സാഗർ, ഈ DYSP മധു ബാബുവിനെതിരെ ഒറ്റപ്പെട്ട പരാതിയല്ല ഇത്. ഒരു കസ്റ്റഡി മരണക്കേസിലെ പ്രതിയാണ്, കസ്റ്റഡി മർദ്ദന കേസിലെ പ്രതിയാണ്. ഇയാൾക്കെതിരെ നേരത്തെ കോടതിയുടെ ഉത്തരവ് വരെ വന്നതാണ്, ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇപ്പോഴും സർവീസിൽ തുടരുന്നു, DYSP ആയി തുടരുന്നു. പക്ഷേ നമ്മൾ ഈ കാക്കിയിട്ട ക്രിമിനലുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഈ മധു ബാബുവിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഇയാളുടെ ഒരു സ്വഭാവം തന്നെ അവിടെ പരാതിയുമായി എത്തുന്നവരെ ക്രൂരമായി തള്ളിച്ചതയ്ക്കുന്ന ഒരു സമീപനം, ഒരു ക്രൂര മനസ്സിനുടമ. ഇയാൾ സർവീസിൽ തുടരാൻ പോലും പാടില്ല, പിരിച്ചുവിടേണ്ടതാണ്. എന്താണ് മുരളീധരന്റെ പരാതിയിൽ പറയുന്നത്? ടോം, മധു ബാബു തൊടുപുഴ DYSP ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ കാലഘട്ടത്തിലാണ്, 2022 കാലഘട്ടത്തിലാണ് തൊടുപുഴ DYSP ആയി മധു ബാബു സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് പോലും ഒട്ടേറെ ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. ആ ഇടയ്ക്കാണ് തൊടുപുഴ മലങ്കര സ്വദേശിയായ മുരളീധരൻ എന്നൊരാളെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ മുരളീധരനെതിരെ തൊടുപുഴ DYSPക്ക് ഒരു പരാതി ലഭിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ എന്ന രീതിയിൽ മധു ബാബു തന്റെ ഓഫീസിലേക്ക് മുരളീധരനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇത് ചോദിച്ചറിയുന്നതിനിടയിൽ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടു എന്ന് മുരളീധരന്റെ മേൽ ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ മധു ബാബു മുരളീധരനെ മർദ്ദിച്ചത് എന്നാണ് മുരളീധരൻ പറയുന്നത്. അന്ന് നമ്മളടക്കമുള്ള ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം വാർത്ത ചെയ്തിരുന്നു. മുരളീധരന്റെ പ്രതികരണം എല്ലാം വെച്ച് തന്നെ അന്ന് നമ്മൾ വാർത്ത ചെയ്തിരുന്നതുമാണ്. അന്ന് തൊടുപുഴ DYSP ഇത് നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്ന് അന്ന് ഈ തൊടുപുഴ DYSP ആയിരുന്ന മധു ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇയാൾ ഹൃദ്രോഗിയാണ്, ഈ മുരളീധരൻ ഹൃദ്രോഗിയാണ്, ബൈപ്പാസ് അടക്കമുള്ള സർജറി കഴിഞ്ഞ ഒരു ആളാണ്, ഹൃദ്രോഗിയാണ് ഇദ്ദേഹം. ഇയാളെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിയെന്നും മുഖത്തടിച്ചെന്നുമാണ് ഈ മുരളീധരന്റെ പരാതി. ഈ DYSP മധു ബാബു റൂമിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചോദിച്ച ശേഷം ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി, എഴുന്നേറ്റ് വന്ന് തന്നെ വീണ്ടും ചവിട്ടി തറയിലേക്ക് ഇട്ടുവെന്നും 2 കൈയും കൂട്ടിപ്പിടിച്ച് മുഖത്തടിച്ചെന്നുമായിരുന്നു ഈ മുരളീധരന്റെ ആരോപണം. അതുപോലെ തന്നെ വയർലെസ് സെറ്റ് എടുത്തെറിഞ്ഞ് ഈ മുരളീധരന്റെ നേരെ എറിഞ്ഞത് അത് മുഖത്ത് കൊണ്ട് പരിക്കേറ്റതായി മുരളീധരൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ മുരളീധരന്റെ കൂടെ അന്ന് ഈ DYSPയുടെ ഓഫീസിനകത്ത് കയറിയ മറ്റൊരാൾ ഈ ദൃശ്യങ്ങളെല്ലാം മൊബൈലിൽ പകർത്തിയിരുന്നു. ഇതിൻ്റെ അത് സൗണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഓഡിയോ സഹിതം അന്ന് പുറത്തു വന്നിരുന്നു. ഇതെല്ലാം വെച്ചാണ് ഈ മുരളീധരൻ പിന്നീട് നിയമവഴിയിലൂടെ മുന്നോട്ട് പോയത്. ഇടുക്കി SP അടക്കം ഈ മുരളീധരൻ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. പിന്നീട് മുരളീധരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കോടതിയെ സമീപിച്ചിട്ടും ഇതുവരെ ഈ മധു ബാബുവിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് മുരളീധരൻ ആരോപിക്കുന്നത്. അതിനിടയിൽ പല രീതികളിലും മധുബാബിന്റെ ആളുകൾ, മധുബാബു ചുമതലപ്പെടുത്തിയ ആളുകൾ എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇതെങ്ങനെയും തീർത്തു കളയണമെന്നും ഈ കേസ് ഒതുക്കി തീർത്തു വിടണമെന്നും പറഞ്ഞ് നിരവധി ആളുകൾ മുരളീധരനെ സമീപിച്ചതായി വാർത്തയുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും മുരളീധരൻ പറയുന്നത്. മതസംഘടനകൾ വഴിയും മറ്റുള്ളവർ വഴിയും സ്വാധീനിക്കാൻ ശ്രമിച്ചു, പണം നൽകി ഇക്കാര്യങ്ങൾ സെറ്റിൽമെന്റ് ആകാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മുരളീധരൻ പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് നീതിയാണ് വേണ്ടതെന്നാണ് മുരളീധരന്റെ പക്ഷം. മുരളീധരൻ ഇതിനായി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ഓണാവധിക്ക് ശേഷം ഈ കേസ് കോടതി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. PS സാഗറാണ് തൊടുപുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ മധു ബാബുവിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഇനിയും ഈ സേനയിൽ തുടരാൻ അനുവദിച്ചാൽ അത് ആഭ്യന്തര വകുപ്പിനും പോലീസ് സേനയ്ക്കും കടുത്ത നാണക്കേട് മാത്രമല്ല, ഈ പോലീസിൻ്റെ, ഈ ജനമൈത്രി പോലീസിൻ്റെ മുഖം തന്നെ വികൃതമാക്കും. അതുകൊണ്ട് ഇതുപോലുള്ള കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ, ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കാനുള്ള നടപടി ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കണം. ഈ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. അതിലേക്കെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അരങ്ങേറുന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. അതിനിടെ ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ പോലീസിൻ്റെ അടിക്കടി ഉണ്ടാകുന്ന ഈ അതിക്രമ പരമ്പരകൾ. എന്നാൽ
മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഈ വിഷയത്തിൽ ഇതുവരെയും പരസ്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതിനിടെ മന്ത്രി വി ശിവൻകുട്ടി ഈ പോലീസ് അതിക്രമത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ, നടപടി പ്രാഥമികമായി സ്വീകരിക്കുന്നു. കൂടുതൽ പരാതികളുണ്ടെങ്കിൽ കർശനമായി നടപടി സ്വീകരിക്കും. വിശദാംശങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ, ഈ പോലീസ് അതിക്രമങ്ങളുടെ വാർത്തകൾ പുറത്തു വരുന്നത് സർക്കാരിനെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് തയ്യാറായേക്കും. പക്ഷെ അതിനപ്പുറം ഒരു താൽക്കാലിക നടപടിക്കപ്പുറം ഈ പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെ സാധാരണക്കാരോട് പെരുമാറണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പുറപ്പെടുവിക്കേണ്ടതല്ലേ? ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഒരു ആയുധം പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ ഒരു അടിയന്തരമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ അരുൺ? ഏറ്റവും വലിയ പ്രതിസന്ധിയുണ്ട് സർക്കാരിന്റെ ഈ വിഷയത്തിൽ. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നു. ആഴ്ചകൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തൊട്ട് പിന്നാലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുമൊക്കെ കോൺഗ്രസ് വല്ലാത്ത പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ആ വിഷയങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന തരത്തിലാണ് ഇപ്പോൾ കസ്റ്റഡി മർദ്ദന കേസുകൾ ഉണ്ടാകുന്നത്. പഴയ കേസുകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാമെങ്കിലും എപ്പോഴും മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ പറയുന്നത് പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് നിസ്സാരവത്കരിക്കാൻ ശ്രമിക്കാമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. പഴയ സംഭവങ്ങളാണെങ്കിൽ പോലും വലിയ രീതിയിൽ പല കാര്യങ്ങളും പുറത്തു വരുന്നു. തുറന്നു പറയാൻ ആളുകൾ ഇപ്പോൾ ധൈര്യം കാട്ടുന്നു. CPM പ്രാദേശിക നേതാക്കൾക്ക് പോലും, SFIയുടെ നേതാക്കൾക്കും അതുപോലെ CPM നേതാക്കൾക്ക് പോലും പോലീസിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് അവരും രംഗത്ത് വരുന്നു. വല്ലാത്തൊരു പ്രതിരോധത്തിലേക്ക് ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ചെന്നെത്തിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്, വാസ്തവമാണ്. കാരണം നേരത്തെയും ആഭ്യന്തര വകുപ്പിൽ വകുപ്പ് പരാജയമാണ്. മുഖ്യമന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ വലിയ വിമർശനങ്ങൾ മുന്നണിക്കുള്ളിലും അതുപോലെ തന്നെ CPM-നുള്ളിലും ഒക്കെ പല ഘട്ടങ്ങൾ ഉയർന്നു വന്നതാണ്. ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് വിമർശനങ്ങൾ. എന്തുകൊണ്ട് ഇത്തരം ഇന്ത്യൻ പോലീസ്, മുഖ്യമന്ത്രി ഈ പോലീസ് മർദ്ദനത്തിന്റെ ഇരയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തന കാലത്ത് അത്തരം ഒരാൾ കേരളം ഭരിക്കുമ്പോഴും ഈ രീതിയിൽ ഇന്ത്യൻ പോലീസുമാർ ഇപ്പോഴും ഉണ്ടോ എന്ന ചോദ്യമാണ് സർക്കാരിന് നാണക്കേടായി മാറുന്നത്. കടുത്ത നടപടി വേണം, കർശന നടപടി വേണമെന്ന് സർക്കാരിലും അതുപോലെ തന്നെ CPM-നും അഭിപ്രായമുണ്ട്. പക്ഷേ എത്ര പേർക്ക് നടപടിയെടുക്കും? ഒരു കേസ് പരിഹരിക്കുമ്പോൾ അടുത്ത കേസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത് വലിയ പ്രതിസന്ധി സർക്കാരിന് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരായാലും സർക്കാർ നിലപാട് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള ഇന്ത്യൻ പോലീസുകാരായി മാറിയാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പൊക്കെ മന്ത്രി നൽകുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പത്തിൽ മാറിപ്പോകുന്ന ഒരു വിഷയമായി ഇത് കാണാൻ കഴിയില്ല. UDF ആകട്ടെ, കോൺഗ്രസ് പ്രത്യേകിച്ചും വലിയ പ്രചരണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായ വിഷയം അവർ ഏറ്റെടുക്കുകയാണ്. ഇത് ഈ പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ അത് വിവരാവകാശ നിയമപ്രകാരമാണ് നേരത്തെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ രീതി, ആ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പരമാവധി ഇത്തരം സംഭവങ്ങൾ, മുൻ പരാതികളൊക്കെ കണ്ടെത്തി അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവരാനാണ് ശ്രമം. ഇത് ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന, അമർഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പോലീസുകാർ ഇങ്ങനെ കാരണം എന്തായാലും ആളുകളെ മൂന്നാം മുറയ്ക്ക് വിധേയരാക്കുക എന്നുള്ളത് പണ്ടുകാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇനി ഇത്തരം സംഭവം ഉണ്ടാകാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം സർക്കാർ നൽകുമ്പോഴും ഇത്തരം പോലീസുകാർ ഇപ്പോഴും ഉണ്ട് എന്നത് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. ഏറ്റവും വ്യക്തമാണ്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തൽക്കാലം ഈ വിഷയത്തിൽ നിന്നും ഒന്ന് തലയുയരണമെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതൊരു കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാകരുത്, കർശനമായ നടപടിയാണ് കുറ്റക്കാരായിട്ടുള്ള, ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കേണ്ടത്. ധർമ്മസ്ഥലയിൽ വീണ്ടും വൻ ട്വിസ്റ്റ്. ബംഗ്ലാ ഗുഡയിൽ SIT നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധു വിക്ടർ ഗൌഡ് ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് കുഴിച്ച് പരിശോധന നടത്തിയതിനാലാണ് ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. പ്രദേശത്ത് വിശദമായ പരിശോധന നടത്താനാണ് നീക്കം. ഇതിനിടെ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മനാഫ് SITക്ക് മുന്നിൽ ഹാജരായി. ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്.
അന്വേഷണത്തിന് സഹായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് മനാഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഈ കേസ് അട്ടിമറിക്കപ്പെടുകയാണോ എന്ന് പോലും സംശയിച്ചു. ഈ സാക്ഷിയായിട്ടുള്ള പരാതിക്കാരനായിട്ടുള്ള മുൻ ശുചീകരണ തൊഴിലാളിയെ പ്രതി ചേർക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിനിടെയാണ് കേസിൽ വീണ്ടും വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ SIT ആരോപിച്ചതുപോലെ ഒരു കെട്ടുകഥയല്ല, ചുമ്മാ ഊഹാപോഹങ്ങളല്ല, ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതകം നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ? ടോമെ, തീർച്ചയായും നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനം SITയുടെ അന്വേഷണം ആരംഭിച്ച് 52 ദിവസം ആയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് നടന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ SITയുടെ പരിശോധന നടക്കുന്ന സമയത്തെല്ലാം നിറഞ്ഞിരുന്ന പേരാണ് ബംഗളഗുഡ്ഡെ എന്ന് പറയുന്ന സ്ഥലം. കാരണം ഇതിന് ചുറ്റും ഉള്ള സ്ഥലങ്ങളിലും അതോടൊപ്പം ബംഗളഗുഡ്ഡെ അകത്തും ആയിരുന്നു ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളും പരിശോധന നടത്തിയ ഇടങ്ങളും. അതിൽ ഏറ്റവും പ്രധാനം 11A എന്ന് പറയുന്ന സ്ഥലം ഈ ബംഗളഗുഡ്ഡയുടെ അകത്ത് ഉള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥികൂടവും ഒപ്പം നിരവധി അസ്ഥികളും കിട്ടിയ സ്ഥലം. ഈ സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ SIT സംഘം നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിൽ 1-ലധികം മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടും ലഭിച്ചിരിക്കുന്നത്. അതായത് 5ഓളം മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊരു സ്ഥിരീകരണമില്ല. പക്ഷേ ഇവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നതിന് ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. എന്തായാലും ഈ സ്ഥലത്ത്, അതായത് ഈ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഈ ബംഗളഗുഡ്ഡയിൽ നിന്നും എടുത്തെന്നാണ് പറയപ്പെടുന്നത്. അതായത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ വിട്ടൽ ഗൌഡ, ഇദ്ദേഹമാണ് ഈ ബംഗളഗുഡ്ഡയിൽ നിന്നും ഈ ശുചീകരണ തൊഴിലാളിക്ക് ഇത്തരത്തിലുള്ള ഒരു തലയോട്ടി എടുത്തു നൽകിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെത്തുകയും ഇവിടെ മഹസർ തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വിട്ടൽ ഗൌഡ തന്നെ ഇത്തരത്തിലൊരു സ്ഥലം ചൂണ്ടിക്കാട്ടുകയും അവിടെ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഏതായാലും നിലവിൽ ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ പോലീസ് സുരക്ഷയിലാണ്. ബംഗളഗുഡ്ഡയിലെ ഈ വനത്തിനകത്തേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. അത്രത്തോളം പോലീസ് സുരക്ഷ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് സമയത്തും SITയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം, അതിന്റെ 2ാം ഘട്ട അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ വലിയ ട്വിസ്റ്റ് എന്ന് പറയേണ്ടി വരും. എന്താണ് ഈ ധർമ്മസ്ഥലയിൽ നിന്നും വരുന്ന ഓരോ വിവരങ്ങൾ, അത് വളരെ ഇനി വരുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ഭാഗത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയരുന്നു. അപ്പോഴും SITയുടെ അന്വേഷണം അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നു. SITയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചോ, അതല്ല ഫോറൻസിക് പരിശോധന ലഭിച്ചോ, അത്തരത്തിൽ ഒരു വിവരവും SIT പങ്കുവെക്കുന്നില്ല. ഇപ്പോൾ കണ്ടെത്തിയ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെ ഇന്ന് ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്ത് കൂടുതൽ ഈ സംവിധാനങ്ങളോടുകൂടി, അതായത് RDO സാന്നിധ്യം കൂടി വേണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തും. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ SIT നടത്തുന്നത്. ഈ പ്രദേശം മുഴുവൻ പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്നത് യൂട്യൂബറും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ മനാഫിനെ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുന്നു എന്നതാണ്. അത് ബൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലാണ് മനാഫിനെ ചോദ്യം ചെയ്യുന്നത്. 11 മണിയോട് കൂടിയാണ് മനാഫ് SITയുടെ ക്യാമ്പിലെത്തിയത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. അതോടൊപ്പം അഭിഷേക് എന്ന് പറയുന്ന യൂട്യൂബറും ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തേക്കും, എന്തും സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന്. ഇത് ചോദ്യം ചെയ്യലാണോ അതോ മൊഴിയെടുപ്പാണോ നടക്കുന്നത്? മനാഫ് നേരത്തെ ഈ പരാതിക്കാരായിട്ടുള്ളവരെ അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ കേസിൽ പ്രതികളാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അത്തരമൊരു നീക്കം ഈ മനാഫിനെതിരെ ഉണ്ടോ, അതോ മനാഫിന്റെ പക്കലുള്ള ഏതെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ശേഖരിക്കുകയാണോ SITയുടെ നീക്കം? ടോമെ, ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അല്പസമയം മുമ്പാണ് ഇയാൾ മനാഫ് ഈ SITക്ക് മുന്നിൽ ഹാജരായത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഉടുപ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മനാഫിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു യൂട്യൂബ് വീഡിയോ വരികയും അതിന് ലൈക്ക് ചെയ്തു എന്നൊരു കുറ്റത്തിനാണ് മനാഫിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ ആ കേസിൽ അറസ്റ്റ് ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഒരു വർഷം മുൻപ് നമുക്കറിയാം ഷിരൂരിൽ ഈ പോലീസുമായി വലിയ തോതിൽ ഈ മനാഫ് പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടാകുന്ന
ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 10 കേസുകൾ ഈ അങ്കോള പോലീസ് സ്റ്റേഷനിൽ മനാഫിനെതിരെ ഉണ്ട്. ഈ കേസിലൊന്നും മനാഫ് ഹാജരായിട്ടില്ല. ഒരുപക്ഷെ ഇത്തരം കേസുകളിൽ ഒരുപക്ഷെ തുടർ നടപടികൾക്കായി ഇവർക്ക് കൈമാറാനുള്ള ഒരു സാധ്യതയുണ്ട്. SITയുടെ ഈ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇതിൽ ഏറ്റവും പ്രധാനിയായ മഹേഷ് ടി തിമരോടി, അതുപോലെ തന്നെ ടി ജയന്ത്, ഗിരീഷ് പട്ടാവൂർ ഇവരെയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും, മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും, അതുപോലെ തന്നെ ഈ അഭിഷേകിന്റെ ദിവസങ്ങളോളം ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ഈ മനാഫ് നൽകിയ വിവരങ്ങൾ, ഈ തന്റെ യൂട്യൂബ് ചാനൽ വഴി നൽകിയ വിവരങ്ങൾ, അതിന്റെ ആധികാരികത, അതിന്റെ തെളിവുകൾ അത് കൈമാറാനാണ് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാലും അത് ഇനി കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ വൈകിയേക്കാം, രാത്രി വൈകിയേക്കാം, ഈ ചോദ്യം ചെയ്യൽ തുടരുന്നേക്കാം. കാരണം ഇവരെ ഒരുമിച്ചിരുത്തി, അഭിഷേകിനെയും അതുപോലെ തന്നെ മനാഫിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത ഒക്കെയുണ്ട്. 11 മണിയോട് കൂടി മാത്രമാണ് മനാഫ് അകത്തേക്ക് പോയത്. 1 മണിയോട് കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വൈകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും അറസ്റ്റിനുള്ള ഒരു സാധ്യത ഇത്തരത്തിലില്ലെങ്കിലും മനാഫിനെതിരെ ഇത്തരത്തിൽ കർണാടക പോലീസ് നിരവധി സ്ഥലങ്ങളിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ തുടർ നടപടികൾക്കായി ഏത് രീതിയിൽ മുന്നോട്ട് പോയെന്ന് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും മനാഫ് പറഞ്ഞത്, രാവിലെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് തന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം SITക്ക് കൈമാറുമെന്നാണ്. അത്തരത്തിലുള്ള രേഖകളുമായാണ് SITയുടെ ചോദ്യം ചെയ്യലിന് മനാഫ് ഇപ്പോൾ ഹാജരായിട്ടുള്ളത്. മനാഫിനൊപ്പം തന്നെ അഭിഷേകും ഇത്തരത്തിൽ മണിക്കൂറുകളോളം അഭിഷേകിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയതായി കണ്ടെത്തിയ ഈ സംഭവം അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മാറി മറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കുഴഞ്ഞു മറിയുന്ന ഒരു സാഹചര്യമാണ് ധർമ്മസ്ഥലയിലുള്ളതെന്ന് പറയേണ്ടി വരും. കാരണം തുടക്കത്തിൽ വലിയ തോതിൽ പ്രതിരോധത്തിലായതാണ് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ. ഈ ശുചീകരണ തൊഴിലാളിയായ ചെന്നൈയെയും കൊണ്ട് പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും, 17 പോയിന്റിൽ പരിശോധന നടത്തിയെങ്കിലും അങ്ങനെ വലിയ തോതിലുള്ള ആരോപിക്കപ്പെട്ട രീതിയിലുള്ള 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇയാളുടെ മൊഴി. അത്തരത്തിലുള്ള വലിയ തെളിവുകളൊന്നും ശേഖരിക്കാൻ SITക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ തിരിഞ്ഞ് ഇവർക്കെതിരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ആക്ഷൻ കമ്മിറ്റി ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി ക്ഷേത്രത്തെ തകർക്കാനാണെന്ന വലിയ ഒരു വാദം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ മറികടക്കുന്ന രീതിയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ഉള്ളത് പറയേണ്ടി വരും. ഈ ബംഗളഗുഡയിൽ നിന്നും ഇത്തരത്തിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആരുടേതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധന നടത്തും എന്നാണ് പറയുന്നത്. ഏതായാലും വിട്ടൽ ഗൌഡ ഇദ്ദേഹത്തെയും കൊണ്ട് തന്നെ ഇവിടെ എത്തി പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അതായത് കുറെ ആളുകളെ ഇത്തരത്തിൽ കാണാതായി എന്ന രീതിയിൽ ഒരുപാട് പരാതികളാണ് SITക്ക് മുന്നിൽ വരുന്നത്. ഇതെല്ലാം കൂടി ആധികാരികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി SITയുടെ ഭാഗത്തുനിന്നും ഇതുവരെ, അതായത് 52 ദിവസം പിന്നിടുമ്പോഴും ഒരു കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം നേരത്തെ ലഭിച്ച മൃതദേഹാവശങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഇതിനൊരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. 90 ദിവസമാണ് SITക്ക് സമയമുള്ളത്. 90 ദിവസത്തിനകം ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ മുൻ ശുചീകരണ തൊഴിലാളിയായ ചെന്നൈ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഇയാൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ 14 ദിവസത്തെ കൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് വ്യാജമായ തെളിവുകൾ ഹാജരാക്കിയെന്ന ഒരു കുറ്റം മാത്രമാണ് ഇയാൾക്കെതിരെ ഉള്ളത്. വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. SITയുടെ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ഇതൊരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞതുപോലുള്ള വെളിപ്പെടുത്തൽ നടത്തിയതുപോലുള്ള കൂട്ടക്കൊലപാതകം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണോ പുറത്തു വരുന്നത്? അതോ ഇനി SIT കേസിൽ ഇനി അട്ടിമറി നീക്കങ്ങൾ നടത്തുമോ? വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇടുക്കി അടിമാലിയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി. അടിമാലി ചാറ്റുപാറ സ്വദേശി ചിറമുഖം പത്രോസാണ് ജീവനൊടുക്കിയത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സാറാമയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കിനെ തുടർന്ന് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം ഉണ്ടായത്. പ്രിൻസ് ജെയിംസ് ചേരുന്ന വിവരങ്ങളുമായി. പ്രിൻസ്, കുടുംബ വഴക്കിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം, അതായത് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം പത്രോസ് ജീവനൊടുക്കുന്നു. ഈ ഭാര്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയാണ്? ഏറ്റവും ഇന്ന് രാവിലെയാണ് ഈ സംഭവം ലോകം അറിയുന്നത്. അതായത് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നാണ് കരുതപ്പെടുന്നത്. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവായ
പത്രോസ് തൂങ്ങി മരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ വഴക്കുമൊക്കെ ഉണ്ടായതായാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഇവരിരുവരും മറ്റൊരു വീട്ടില് ജോലിക്ക് പോയിരുന്നു. രാവിലെ ആയിട്ടും ജോലിക്ക് എത്താതിനെ തുടർന്ന് തൊഴിലുടമ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം കാണുകയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സാറാമയെ കഴുകുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. സാറാമയുടെ കഴുത്തിലും തലയ്ക്കും മാരകമായ മുറിവേറ്റിട്ടുണ്ട്. നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ രാത്രിയിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും ഇതേ തുടർന്ന് പ്രകോപിതനായ പത്രോസ് ഇവരെ സാറാമയെ ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് കരുതുന്നത്. ഇതേ തുടർന്ന് ബോധരഹിതയായ സാറാമ വീണപ്പോൾ അതിൽ മരണപ്പെട്ടു എന്ന സംശയത്തെ തുടർന്ന് ആത്മാഹുതി ചെയ്തതാവാം എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത്തരത്തിലായിരിക്കാം സംഭവം നടന്നെന്നാണ് സൂചന. അതല്ലെങ്കിൽ ഇവരെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാൻ രുചിവാണോ എന്ന് സംശയമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള എന്തായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. നിലവിൽ സാറാമ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. അദ്ദേഹം വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണ്. അടിമാലി പോലീസ് മേൽനടപടി സ്വീകരിച്ചു വരുന്നു. വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കാസർഗോഡ് അരമങ്ങാനത്ത് നവവധു ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചു. അരമങ്ങാനം സ്വദേശിനി നന്ദനയാണ് മരിച്ചത്. ഏപ്രിൽ 26-നായിരുന്നു നന്ദനയുടെ വിവാഹം. മരിക്കാൻ പോകുന്നുവെന്ന് കാണിച്ച് മാതാവ് സീനയ്ക്ക് സന്ദേശവും ഈ കുരുക്കിൻ്റെ ഫോട്ടോയും അയച്ചിരുന്നു. വീട്ടുകാർ കിടപ്പ് മുറിയുടെ വാതിൽ തട്ടിയിട്ടും തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് നന്ദനയെ ഷാളിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇത് കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നന്ദന രഞ്ജേഷിൻ്റെ, അരങ്ങാനം സ്വദേശി രഞ്ജേഷിൻ്റെ ഭാര്യയാണ്. പെരിയ സ്വദേശികളായ രവിയുടെയും സീനയുടെയും ഏക മകളാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ രഞ്ജേഷിൻ്റെയും നന്ദനയുടെയും വിവാഹം നടന്നത്. അതിനുശേഷം എന്താണ് ഇവർക്കുമിടയിൽ സംഭവിച്ചതെന്ന് പരിശോധിക്കണം. KV ബൈജുവിലേക്ക്. ബൈജു, ഈ ആത്മഹത്യാക്കുറിപ്പ് മറ്റവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടുകാർക്ക്, അതായത് അമ്മയ്ക്ക് താൻ മരിക്കാൻ പോകുന്നു എന്ന് കാണിച്ച് സന്ദേശം അയച്ചിട്ടുണ്ട്. എന്താണ് മരണകാരണം, ആത്മഹത്യക്ക് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ടോമെ, പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഏപ്രിൽ 26-നാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. അതായത് ഇവർ ഒരു പ്രണയ വിവാഹമായിരുന്നു. ഈ മകളെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ മാതാപിതാക്കൾ ഇവരുടെ പരാതി നൽകുകയായിരുന്നു. പിന്നീട് ഇവർ വിവാഹിതരായി എന്ന വിവരം പോലീസിൽ അറിയിക്കുകയും പിന്നീട് അങ്ങനെ ഒരു കാര്യങ്ങളിൽ പോയായിരുന്നു. ഒരു ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്ത് വരുന്നതിനിടയിലാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ സ്വന്തം മാതാവിനോട് ഇത്തരത്തിലൊരു കുരുക്കും അതുപോലെ തന്നെ ഒരു സന്ദേശവും അയച്ചതിന് ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ഈ വിവരം അപ്പോൾ തന്നെ അവരുടെ വീട്ടുകാരെ അറിയിക്കുകയും പിന്നീട് വന്നു നോക്കുമ്പോൾ വാതിൽ അടച്ച നിലയിലായിരുന്നു. അത് തകർത്ത് പിന്നീട് വീട്ടിനകത്ത് കയറിയപ്പോൾ ഈ ഷാളിൽ തൂങ്ങിയ നിലയിലായിരുന്നു നന്ദന ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഓണാഘോഷ പരിപാടിയിലൊക്കെ നന്ദന സജീവമായി പങ്കെടുത്തിരുന്നു എന്നാണ് ഈ ബന്ധുക്കളൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഒരു ആത്മഹത്യ ഈ നന്ദന ഇതിന് തയ്യാറായത് അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചെന്ന കാര്യത്തിൽ ഒരു പോലീസിന് ഒരു കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. പോലീസ് പറയുന്നത് ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇതിൽ ഒരു വ്യക്തത വരൂ. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനൊരു കാരണമെന്ന ഒരു കാര്യത്തിൽ ഒരു പ്രാഥമികമായ ഒരു നിഗമനത്തിൽ പോലീസിന് എത്താൻ സാധിക്കും. ഇതിൽ അസ്വാഭാവിക മരണത്തിന് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മാതാപിതാക്കൾ ഇതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു പരാതിയും ഇവർ മേൽപ്പറമ്പ് പോലീസിൽ നൽകിയിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ബൈജു, അങ്ങനെ ഒരു ഗാർഹിക പീഡനമോ മറ്റോ അവിടെ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ? മകൾ ഈ ഭർത്തൃ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് മാതാപിതാക്കളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നോ? ടോമെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോലീസിന് ഇതുവരെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഈ ഇത്തരത്തിൽ മകളെ കാണാതാവുകയും പിന്നീട് ഇവർ തമ്മിൽ വിവാഹിതരാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് 5 മാസം മാത്രമേ ആയുള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്.
ഇതിനിടയിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു, അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം മറ്റെന്തെങ്കിലും ഉണ്ടോ, അതല്ല ഇത്തരത്തിൽ സ്വന്തം ആത്മഹത്യ ചെയ്താണോ എന്ന കാര്യത്തിലൊക്കെ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇതിൽ ഈ ഒരു കുരുക്കിന്റെ ഒരു ഫോട്ടോവും അതോടൊപ്പം ഒരു സന്ദേശവും വീട്ടിലേക്ക് അയച്ചിരുന്നു. ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്ന വിവരം ബന്ധുക്കൾ അറിയുന്നു, സ്വന്തം അമ്മയും അറിയുന്നതും പിന്നീട് വീട്ടുകാരെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചില സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കൂ. എന്തായാലും ഈ ഭർത്തൃ വീട്ടിൽ ഇത്തരത്തിൽ നവവധു ആത്മഹത്യ ചെയ്യുന്ന സംഭവം അത് തുടർക്കഥയാവുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഈ ഒരു മാസത്തിനിടയിൽ തന്നെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഇതിൽ ഈ കുടുംബം ഇപ്പോൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതി ഇപ്പോൾ നിലവിലുണ്ട്. അതോടൊപ്പം പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ എന്താണ് ഇതിന്റെ ഒരു ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്നത് ഇതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല കേട്ടോ. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് അരമങ്ങാനത്താണ് നവവധു ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഈ പെൺകുട്ടിയുടെ മരണത്തിൽ കാരണം എന്താണ്, ഈ നന്ദനയുടെ മരണത്തിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.